ഡിസ്ക്ലെയിമർ: ഈ വീഡിയോയിൽ കാണിക്കുന്ന ഹാമ്പറിനെ പറ്റിയല്ല നമ്മളിവിടെ പറയുന്നത്. 7:15 കൊറിയർ ഓഫീസ് അടയ്ക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ സാധനം കൊറിയർ അയക്കണം. അപ്പം ഞാൻ നേരെ കടയിലേക്ക് വിട്ടു. അവിടെ പോയിട്ട് മറ്റേ 3 ഹാമ്പറിൻ്റെ ഐറ്റംസ് മേടിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഐറ്റംസ് ഞാൻ മേടിച്ചു. ഐറ്റംസ് എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് കസ്റ്റമറിന് ഞാൻ ഫോട്ടോസും അയച്ചു കൊടുത്തു. ആൾ ഓക്കെയും പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ കൊറിയർ ഓഫീസിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു 7:15 ലാസ്റ്റായിട്ട് കൊറിയറിൻ്റെ ഡിസ്പാച്ച് പോകുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ആകെ മൊത്തത്തിൽ ഞാൻ ടെൻഷനായി. ഞാൻ വേഗം തന്നെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഹാമ്പർ മൊത്തത്തിൽ പാക്ക് ചെയ്യുന്നത് തന്നെ. ഞാൻ ഹാമ്പർ ബോക്സിൽ ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ചു. അന്നേരത്തേക്ക് ഇത് അയക്കണം എന്ന് അവർ പറഞ്ഞു. ലൈക്ക് ഫുൾ റാപ്പ് ചെയ്ത് ബബിൾ റാപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഫോണിൽ ഞാൻ 2 ഫോട്ടോസ് ഞാൻ എടുത്തു. അതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ വെച്ചിരുന്ന പിക്ചേഴ്സ്. ആ ഫോട്ടോസ് അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഈ ഹാമ്പറിൻ്റെ ഒറ്റ വീഡിയോ പോലും ഇല്ല. കാരണം അത്രയ്ക്ക് പോലും ടൈം നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. ഹാമ്പർ കിട്ടിയതിന് ശേഷം ആൾ എനിക്ക് അയച്ച മെസ്സേജസും കാര്യങ്ങളുമാണ് തുടക്കത്തിൽ സ്ക്രീൻഷോട്ട്സ് ആയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ആളിതിനെപ്പറ്റി എവിടെയും റിവ്യൂ ചെയ്തിട്ടോ പോസ്റ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. പിന്നെ ഈ പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഓർഡർ തന്ന കസ്റ്റമറിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അപ്പോൾ അത്രയേ ഉള്ളൂ.